വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ രാവിലെ മോനെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കിച്ചണിൽ എത്തിയിട്ടാ. കാരണം അവനെ അവിടെ കിടത്തിയാൽ ശരിയാവില്ല, ഇക്കൻ്റെ ഇച്ചുൻ്റെ ഒന്നും ഉറക്കം റെഡി ആവില്ല. അപ്പോൾ അങ്ങോട്ട് പോന്ന്. പിന്നെ എന്നൊക്കെ വേണ്ട ചിക്കനൊന്ന് തണുപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഞാനൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു. എനിക്കൊന്ന് അത്ര ഒരെണ്ണം അതന്നെ കംപ്ലീറ്റ് ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. പിന്നെ അതുപോലെ എണീക്കുമ്പോഴത്തേനും ഫസ്റ്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊടുക്കലാണ്. വല്ല ജ്യൂസോ അല്ലെങ്കിൽ ഇങ്ങനെ എഗ്ഗ് പുഴുങ്ങിയിട്ട് ഇതിലേക്ക് പെപ്പറും സോൾട്ട് ഇട്ടിട്ട് അതും കൂട്ടിയിട്ട് കട്ടൻ ചായ അങ്ങനെ എന്തെങ്കിലും. എന്നാൽ എണീക്കുമ്പോഴുള്ള നല്ല വിശപ്പൊന്നും അമരുമല്ലോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ആകാൻ ചിലപ്പോൾ ടൈം എടുക്കൽ മോൻ കരയണോണ്ട് അത് ഒന്നഴിഞ്ഞ് അങ്ങനെയാണ് പെട്ടെന്നാണ് കഴിയൂലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓൽക്കും വിശപ്പിനൊരു ഇതുണ്ട്, സാവകാശം കിട്ടും. ഓൽക്ക് വിശപ്പിനൊരു ശമനം ഉണ്ടാവും, എനിക്ക് കുറച്ച് സാവകാശവും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതിനിടയിൽ പിന്നെ ഇവരെ കുളിപ്പിക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മേലെടുക്കും, ആകെ നനയുമല്ലോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ കരുതിയിട്ടുള്ളത് ദോശയും നല്ല ഒരു തേങ്ങ വെച്ചിട്ടുള്ള ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് പിന്നെ അവർക്ക് അങ്ങനെ കൊടുത്തു. ഇച്ചു കഴിച്ചു, ഇക്കയും കഴിച്ചിട്ട് കുറച്ച് സമയമൊക്കെ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഇക്കൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇക്ക പോയി. പിന്നെ ഇവനൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. അവൻ്റെ സമയമായപ്പോൾ ഒന്ന് ഉറങ്ങി, എന്നാലല്ലേ എനിക്ക് നടക്കുള്ളൂ. അങ്ങനെ ഞാൻ കിച്ചണിലെത്തിയിട്ട് ഇത് ചിക്കൻ്റെ കാര്യങ്ങൾ ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ ഇത് കാണുമ്പോൾ എപ്പോഴും എനിക്ക് ഉമ്മേനെ ഓർമ്മ വരിക. കാരണം ഇതൊക്കെ ഉമ്മയായിരുന്നു വീട്ടിൽ ചെയ്യാം. എനിക്ക് കട്ട് ചെയ്യാനൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ എപ്പോഴും അവരോട് കട്ട് ചെയ്തത് മതിയെന്ന് ഉമ്മേൻ്റെ അടുത്ത് പറയും. പക്ഷെ ഉമ്മ കട്ട് ചെയ്യുന്നതാണ് ഒരു കംഫർട്ടായിട്ട് ഉണ്ടായിരുന്നത്. മോനെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഓന് കരയുമ്പോഴത്തേനും ആവണ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എഴുതിയിട്ട് ഞാൻ കിച്ചണിലേക്ക് തന്നെ ഓടിയിട്ടാണ്. ഇച്ചുവിൻ്റെ കൂടെ അവന് കുറച്ച് സമയമൊക്കെ കളിച്ചോട്ടെ എന്ന് എഴുതിയിട്ട്. അപ്പോൾ ഞാനിന്ന് ചെറുതായിട്ടൊരു ഫ്രൈഡ് റൈസും അതിക്കൊരു സൈഡ് ഡിഷുമാണ് കരുതിയിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഫ്രൈഡ് റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ പുറത്തിട്ടെടുത്ത് വെച്ച് ഞാനൊന്നും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ ഓരോ പാത്രങ്ങളിൽ വേറെ ആക്കി വെക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ കട്ട് ചെയ്താൽ. അപ്പോൾ അത് അപ്പം തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പത്തിന് അവിടെ നിന്ന് കരച്ചിൽ തുടങ്ങി. അപ്പോൾ അങ്ങോട്ട് ഓടിയിട്ടാണ്. അപ്പോൾ അവനക്ക് ഇങ്ങനെ വല്ലാണ്ട് കുറുമ്പെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ അവന് ഗ്യാസിനൊക്കെ പ്രശ്നങ്ങൾ തോന്നുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ. ഒരു ആയുർവേദിക് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ അത് കൊടുത്ത് അങ്ങനെ ഓനെയും കൂട്ടിയിട്ട് തന്നെ ഇങ്ങോട്ട് പോകുന്നു കിച്ചണിക്ക്. ഓൻ അവിടെ അങ്ങനെ അധികം കിടക്കണമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു പ്രസൻസിൽ ഇപ്പോൾ ഇച്ചു ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു, ഇവനും അങ്ങനെ തന്നെ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ വലിയൊരു ഉഷാറൊന്നും ഇല്ല, എന്നാലും പോട്ടെ. ഞങ്ങളങ്ങനെ കിച്ചണിലേക്ക് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്.
അധിക സമയമൊന്നും ഇല്ലെങ്കിലും ഓരങ്ങനെ കുറച്ച് സമയം കളിക്കട്ടെ. ഇനിയിപ്പോൾ ഞാനിങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും ക്യാരറ്റും ക്യാപ്സിക്കനും ഒക്കെ കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള ക്യാപ്സിക്കനൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സൈഡ് ഡിഷ് ആക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽക്ക് വേണം. അപ്പോൾ എന്തായിരുന്നാലും ഫ്രൈഡ് റൈസിക്ക് ഇത് വേണമല്ലോ. അപ്പോൾ പിന്നെ ബാക്കി ബാലൻസ് ആയിട്ട് വരുന്ന ആ സംഭവം കൊണ്ട് സൈഡ് ഡിഷും ആക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഡിഷ് തന്നെയായിട്ട് എപ്പോഴും ഉണ്ടാക്കാറുള്ളത് വീട്ടിൽ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് കുറച്ച് സമയമൊക്കെ ആവുമല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെ കറച്ചിലൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. പാവ വെച്ചു അവന് വെച്ചിട്ട് ഇരിക്കുകയാണ് രണ്ടുപേരും കൂടി. എന്ത് പിശനോ എന്താ പറയാ പൊളിച്ചാല് അതിൻ്റെ ഉള്ളിൽ ഫയർ ഉണ്ടാവും. അതല്ല, അത് ഇതിലിരിക്കുമ്പോ ഇത് സേഫ്റ്റി ബെൽറ്റ് ഇടണമെന്ന് ബേബിയാള്, അല്ലെങ്കിൽ ഒരു വീട് പോകുന്നു. അപ്പൊ തലിന്റെ സാധനല്ലേ പൊട്ടൂല, വീണാലല്ലേ പൊട്ടൂല തൊക്കല. അതിന്റെ സാധനം വിളിച്ചാല് വെക്കണം കേട്ടോ. അവൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു തുടങ്ങി തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കിതൊന്ന് ആവും പോലെയൊക്കെ ഒന്ന് ആക്കാമെന്ന് കരുതുക. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളി എനിക്ക് റൈസിൽക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ രണ്ടിൽക്കും കൂടിയും കണക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതൊക്കെ ഇതിൽക്ക് ഇടുകയെന്ന് കരുതൊന്നും വേണ്ട. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് ചതച്ചിട്ട് കിട്ടണം. വല്ലാണ്ട് കടിക്കാനും പറ്റില്ല, എന്നാൽ പറ്റ പേസ്റ്റ് ആവാനും പറ്റില്ല. എനിക്ക് കടിക്കണത് ഇഷ്ടമല്ല. ഞാൻ ചില കറികളിലൊക്കെ നമുക്കിങ്ങനെ നമ്മൾ അവിടെ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ സ്ലൈസ് ആക്കിയിട്ടൊക്കെ ഇടും. അതിനാണ് ടേസ്റ്റ് എന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇക്കക്ക് ചിലതിൽ അത് കടിക്കണുണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചതക്കണ പോലെ ആക്കിയിട്ട് ആണ് ഇപ്പോൾ ചെയ്യൽ. പിന്നെ അത് ചതച്ചിട്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ അരി എടുത്തിട്ടുണ്ട്, അതൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനതൊന്ന് കഴുകിയിട്ട് അതൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുക. കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ആവണ സമയത്തിന് അത് കുതിർന്നിട്ട് കിട്ടും ചെയ്യുമല്ലോ. ഞാൻ കുറച്ചേ എടുക്കണുള്ളൂ കേട്ടോ, 2 ഗ്ലാസ് മാത്രമേ എടുക്കണുള്ളൂ. ഞങ്ങൾക്ക് 2 നേരമായിട്ട്. അത് തന്നെ ഒരു നേരം കഴിച്ചാൽ പിന്നെ കഴിക്കലില്ല. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ കഴിച്ചു എന്നൊക്കെ വരും, അങ്ങനെയാണ്. പിന്നെ അവിടെ ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചടപടയെന്ന് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ഒക്കേത്തിനും ഓരോ ടൈമും ഉണ്ടല്ലോ. അപ്പോൾ അത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എന്തായിരുന്നാലും അത് കുതിരാൻ വേണ്ടിയിട്ട് അത് അവിടെ മാറ്റി വെക്കാം. ആരാണ് ഈ വീടുണ്ടത്? അപ്പൂ അപ്പുസേ ദേഷ്യ അതത് കവറും. ഇത് റൈസിലേക്കുള്ള ചിക്കനാട്ടോ, ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് എഗ്ഗും പിന്നെ കോൺഫ്ലോറും സോയാ സോസും ഒക്കെ ഇട്ടിട്ട് കുറച്ച് പെപ്പറും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കലാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഇതിലും എഗ്ഗിലും ഒക്കെയുള്ള ഒരു പെപ്പറും കാര്യങ്ങളൊക്കെ തന്നെ ഇടണുള്ളൂ കേട്ടോ. വേറെ സ്പൈസസ് ഒന്നും വേറെ സ്പൈസസ് മീൻസ് റൈസിലേക്ക് ഡയറക്റ്റായിട്ട് പെപ്പറൊന്നും ഞാൻ ആഡ് ചെയ്യലില്ല. കാരണം ഇക്കാണെങ്കിലും അധികം സ്പൈസസ് ഒന്നും ഓൾക്ക് വലിയൊരു താല്പര്യമില്ല. അപ്പോൾ ഒരുപാട് പേരൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് കഴിക്കണ ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഇതിലാണ് ഞാൻ വെക്കൽ. അല്ലാതെ ചെറിയ ഇതിലുണ്ടാവുമല്ലോ ഒരു ഡിഷ്, അതങ്ങനെ വെക്കാവും, അങ്ങനെയല്ല ഞാൻ ചിന്തിക്കൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവർ അവരെങ്ങനെയാണോ കഴിക്കണത് ആ ഒരു രീതിയിലേക്ക് എൻ്റെ ഒരു ഇതിലേക്ക് മാറ്റിയെടുക്കലാണ്. അപ്പോൾ ഏതൊരു ഡിഷാണെങ്കിലും അത് അതേപോലെ തന്നെ വെക്കണമെന്നൊന്നും ഞാൻ അതേപോലെ ഒന്നും ഫോളോ ചെയ്യലില്ല. കഴിക്കണവർ നമ്മൾ ഇങ്ങനെ പറയുമല്ലോ,
പാത്രം അറിഞ്ഞ് വിളമ്പണം എന്ന് പറയണത് അതിനുള്ള ചൊല്ലാണോ എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ആക്കണം. അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഞാൻ ആക്കൽ കേട്ടോ. അല്ലാണ്ട് ഇതിലേക്ക് ഇതിടാൻ പാടില്ല, ഇതിലേക്ക് എങ്ങനെയുള്ളൂ അങ്ങനെ ചെയ്യലില്ല. ഓൾക്കത് ഇഷ്ടമില്ലെങ്കിൽ ഞാനത് ചെയ്യൂല. അല്ലെങ്കിൽ ഓൾക്ക് ഇന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലേക്കത് പറ്റലുണ്ടാവില്ല, എന്നാലും അതങ്ങനെ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ട എഗ്ഗും ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഇതേപോലെ പെപ്പർ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലത്തെ ഇതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ അതിലേക്ക് ആദ്യം ഞാൻ എന്താ ചെയ്യണമെന്നോ അതിലേക്ക് ചിക്കന് ഒന്ന് ഇതാക്കിയിട്ട് എടുക്കുകയാണ്. ഒരേ പാനിൽ തന്നെ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചിക്കൻ, അത് കഴിഞ്ഞിട്ട് എഗ്ഗ്, പിന്നെ വെജിറ്റബിൾസ്, അങ്ങനെയാണ് ചെയ്യണത്. ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ചെയ്യണ പോലെ തന്നെയല്ലേ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ നമ്മുടെ വീട്ടിലത്തെ ഒരു ഇതിനനുസരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ എനിക്ക് മാരിനേറ്റ് ചെയ്തപ്പോൾ എഗ്ഗ് നല്ല ഉള്ള പോലെ ക്വാണ്ടിറ്റി അതിലുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ ആദ്യം എനിക്ക് ഫ്ലോപ്പ് ആയോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു കേട്ടോ. കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോവും. പിന്നെ ഞാൻ ഓർത്തു, ഞാൻ പറഞ്ഞല്ലോ സൈഡ് ഡിഷ് വേണം എന്നുള്ളത്. അപ്പോൾ ആ സൈഡ് ഡിഷിലേക്ക് അതിൻ്റെ ബാക്കിയുള്ള സംഭവത്തിൽ തന്നെ ഞാൻ സൈഡ് ഡിഷിലേക്ക് മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസ് ഇട്ടിട്ട് അതങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, വേസ്റ്റായി പോവുകയില്ല, ഒന്നുമില്ല. ഇതിൽ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക, മുങ്ങിക്കിടന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അതിൽ നിന്ന് എടുത്തിട്ട് നമ്മളങ്ങനെ ഓയിലിക്കിടല്ലേ ചെയ്യണത്. അപ്പോൾ വേറെ സീനൊന്നുമില്ല. അപ്പോൾ ഇതൊന്നായിട്ട് പിന്നെ ഞാനിത് മാറ്റിയിട്ട് ഇതിൽ തന്നെയാണ് എഗ്ഗ് ഇട്ടിട്ട് എടുക്കണതും. എല്ലാതും ഒരേ പോട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇക്ക പോയ വിവരം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ മറന്നു പോയതാട്ടോ. ഇക്ക പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ടാണ് ഞാൻ ഇവരെ ഉറക്കലും അങ്ങനെയൊക്കെ കഴിഞ്ഞത്. ഇക്ക പോയിട്ട് പിന്നെ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് ഞാൻ ഇതന്നെ ആക്കാം. എന്നാലും ഇടയ്ക്ക് വരികയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ജ്യൂസ് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സമയം ഇരിക്കാം. എന്തായാലും അസറൊക്കെ ആവുമ്പോഴത്തേനൊക്കെ ആവുമല്ലോ. അപ്പോൾ എന്തായാലും നിസ്കരിച്ചിട്ടൊക്കെ തന്നെ കഴിക്കലുള്ളൂ, അല്ലാത്ത സമയത്താണെങ്കിലും. അപ്പോൾ അങ്ങനെ കരുതിയതായിരുന്നു. അപ്പോൾ പിന്നെ വിളിച്ചിട്ടുണ്ട് ലേറ്റ് ആവും എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഒരു സമാധാനമായിട്ടോ. എന്നാലും ഇപ്പം എത്ര ലേറ്റ് ആവും എങ്ങനെ പറഞ്ഞാലും പതുക്കെ മതി എന്നൊക്കെ പറയും വിളിക്കുമ്പോൾ. പക്ഷെ എനിക്ക് പതുക്കെയെന്ന് പറഞ്ഞാൽ ഇവനെപ്പോൾ കോലം മാറുന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് അപ്പോൾ തൊട്ടിട്ടേ ഓരോന്ന് തുടങ്ങി വെക്കണം, എന്നാലേ ഉള്ളൂ നമ്മൾ വിചാരിച്ച ഒരു സമയത്തേക്ക് അല്ലെങ്കിൽ ആൾ വരുന്ന സമയത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇക്ക പറയൽ ഞാൻ വിളിക്കാം എന്നിട്ട് ഉണ്ടാക്കിയാൽ മതി എന്നാ ഇക്ക പറയാം. അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. പക്ഷെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. നമുക്ക് ഈ ടൈമിലുള്ള ആളുകൾക്ക് അതൊരു ഭാരമായിട്ട് അങ്ങനെ ആരും ഇല്ലല്ലോ അല്ലേ. എല്ലാം നമ്മൾ ഇതൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യുന്നിടത്തല്ലേ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുമ്പോഴല്ലേ കാര്യങ്ങൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എനിക്ക് എന്താണ് കുഴപ്പമൊന്നുമില്ല. ഞാൻ അത് എന്താ പറയുക, എന്താ പറയാൻ വന്നത്, ടങ് സ്ലിപ്പായി പോയി. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒന്നും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് വെജിറ്റബിൾസൊക്കെ ഇടുകയാണ് കേട്ടോ. ആദ്യം ഉള്ളി, അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, സ്പ്രിംഗ് ഓണിയന്, ഇത് പിന്നെ സോസുകളുണ്ടല്ലോ. സോസുകൾ അറിയൂലേ, നമ്മൾ സോയ സോസ്. ഞാൻ നാട്ടിൽ നിന്നൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഗ്രീൻ ചില്ലിയാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഗ്രീൻ ചില്ലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഷോപ്പിലേക്ക് വാങ്ങിച്ചപ്പോൾ റെഡ് ചില്ലി സ്പൈസസ് എക്സ്ട്രാ ഹോട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വലിയ ഇതൊന്നും എനിക്കങ്ങനെ, ഞാൻ യൂസ് ചെയ്തിരുന്നത് അതാണ്. അപ്പോൾ എനിക്കിതിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് ഞാനത് എല്ലാം മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് ഫ്ലെയിം കുറച്ചിട്ടല്ല, ഞാനത് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ആ ഒരു പാനിൻ്റെ
ചൂടിൽ അത് ആയിക്കോളും. പിന്നെ ഞാൻ നേരത്തെ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽക്ക് ചിക്കൻ ഇട്ടു. എഗ്ഗിൻ്റെ ആ ഒരു ബാറ്ററിക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽക്ക് വേണ്ട സ്പൈസസൊക്കെ ഇടാണ്. അപ്പോൾ എന്താണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അത്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ സോയ സോസ്, പിന്നെ കുറച്ച് കോൺഫ്ലോർ, ഇതൊക്കെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം ഞാൻ നമ്മൾ അവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നായി കഴിഞ്ഞാൽ നമുക്കതൊന്ന് മിക്സ് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഈ അടുത്തിരിക്കുന്നത് എഗ്ഗും ചിക്കനും റൈസിലേക്കുള്ള സംഭവങ്ങളാണ് കേട്ടോ. അവന് വിശപ്പ് തുടങ്ങിയിട്ടാട്ടോ കരയാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അവനക്ക് കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ അവനൊന്ന് ഹാപ്പി ആക്കിയിട്ട് വീണ്ടും അവനെ പിന്നെ സ്ട്രോളറിൽ ഇരുത്തിയില്ല. അവനെ ഞാൻ ഹാളിൽ അവിടെ താഴെ ടർക്കി വിരിച്ചിട്ട് അവനങ്ങനെ ഇച്ചും അവർ രണ്ടുപേരും അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഡീപ്പ് ഫ്രൈ ആക്കണം എന്നില്ല, ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുകയാണ്. കാരണം ഇതിൻ്റെ ഗ്രേവിയിലിട്ടിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ലോണം മൊരിഞ്ഞിട്ടൊന്നും വേണ്ട, കഴിക്കുന്ന ഒരു പാകത്തിന് കുക്കായിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ പാൻ എടുത്തിട്ട് അതിൽക്ക് ഞാൻ ഇപ്പോഴാണ് കേട്ടോ സോസൊക്കെ ആഡ് ചെയ്യണത്, മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എഗ്ഗും ചിക്കനും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ഞാൻ നന്നായിട്ട് കുറച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. ഇക്കൊക്കെ വലിയ ഉപ്പൊന്നും വേണ്ട. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ സോസുകൾ ഇനി എന്തെങ്കിലുമൊക്കെ ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിലുള്ളൂ, അതൊക്കെ വന്നിട്ട് ഇക്കൊന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പാനിൽ തന്നെയാണ് കേട്ടോ ഈ സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓയിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ തന്നെ കേട്ടോ നമ്മളിതൊക്കെ ചെയ്യണത്. പിന്നെ കട്ട് ചെയ്തിട്ടുള്ള ഇങ്ങനെ ചതുരത്തിലാണ് കേട്ടോ ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട്, പിന്നെ ക്യാപ്സിക്കനും അതേപോലെ തന്നെ കട്ട് ചെയ്ത്, അതുപോലെ തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ആ സമയത്തായപ്പോഴത്തേനും ഇക്ക വന്നു കേട്ടോ. ഇക്കൻ്റെ കൈയാണ്. അപ്പോൾ കുക്കിംഗ് വീഡിയോ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ. അത് തൊട്ട പോയി തേവണ കുക്കിങ്ങിന്റെ തേവണ ഞാനേ പറഞ്ഞു ഇങ്ങനെ കിട്ടുമോ ചിക്കൻ ഇങ്ങനെ പറ്റും ഗ്രേവി വെക്കാനോ നമ്മൾ ചിക്കൻ എടുത്തിട്ടത് മസാല ഓ ചിക്കൻ പൊരിച്ചത് കൊള്ളാം. ഇത് നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചിട്ട് ഇത് അടുത്ത പ്രാവശ്യത്തേക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇതല്ലേ നമുക്ക് അതിനായിട്ട് തരില്ല, നല്ല രസമുണ്ട്. അങ്ങനെ തിന്നാണ് ഇവിടെ നിർത്തുക. മോന് പാലൊക്കെ കൊടുത്തിട്ട് ഓനൊന്ന് ഉറക്കിയിട്ടുണ്ട്. ഉറങ്ങിയതാണ്, അങ്ങനെ ഉറങ്ങലൊന്നുമില്ല. ഞാൻ ഉറക്കി ആട്ടി ഒരു വഴിക്കാവലാണ്. പിന്നെ ഞാൻ എന്താക്കി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതാക്കാമെന്ന് കരുതിയിട്ടാ. സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ഇക്കൊക്കെ ഇതിങ്ങനെ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ച ഡിഷ് ഇതൊക്കെ
ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിരുന്നില്ലേ അതിടാന്ന് കരുതിയിരുന്നത്. ഞാൻ ആ വെള്ളം അതൊഴിച്ചില്ലേ അത് ഞാൻ എന്താണ് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാക്കിയതാണ് കേട്ടോ. നമ്മൾ ചൈനീസ് ഡിഷിൽക്കൊക്കെ എന്താണ് ഒഴിച്ചുകൂടാത്തൊരു സംഭവമാണല്ലോ, അപ്പോൾ ഒരു തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് പിന്നെ സോയ സോസും റെഡ് ചില്ലി സോസും അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെ നമ്മളുടെ ഫ്ലേവറിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു സൈഡായിട്ട് ഇതങ്ങനെയും പിന്നെ ഫ്രൈ അതങ്ങനെയും മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല. പിന്നെ ഞാൻ കരുതി ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലേ അതങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ പ്ലാന് മാറ്റി, പ്ലാൻ ബി ആക്കി. പിന്നെ പെട്ടെന്ന് വേണ്ടാലും എന്താണ് ടൈം എടുത്ത് മതി എന്ന് പറഞ്ഞു, കാരണം നിസ്കരിച്ചിട്ടേ കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ആകെ മെസ്സായ കിച്ചണ് ഇതാ ഇങ്ങനെ ആക്കി എടുത്ത് അവൻ എണീക്കുമ്പോഴത്തേന് നമുക്കൊക്കെ റെഡിയാക്കണമല്ലോ. അങ്ങനെയിപ്പോൾ അവർക്കൊക്കെ എടുക്കലായി. ഫുഡൊക്കെ ഒന്ന് കൊടുത്തിട്ട് വേണം എനിക്കൊന്ന് അപ്പത്തിന് അവൻ എണീക്കും, അത് ഉറപ്പാണ്. പിന്നെ ഇച്ചൂക്കും ഇക്കാക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇരിക്കുമ്പോഴത്തേനും അവിടെ നിന്ന് അങ്ങനെ കേൾക്കുന്നുണ്ട് സംസാരം. ഇഷ്ടായോ? ഓനുണർന്ന വിവരം ഞാൻ അറിഞ്ഞു എന്നുള്ളത് ഞാൻ അറിയിച്ചിട്ടില്ല കേട്ടോ. എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓനക്ക് അല്ല എന്നെ കണ്ടല്ലോ ഞാൻ പിന്നെന്താ പറഞ്ഞു. എന്തായിരുന്നാലും മോനെ ഞാൻ അവിടെ നിന്ന് എടുക്കാൻ പോയില്ല കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അലമ്പാവും. പിന്നെ എനിക്ക് ഞങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള ഇതൊന്നും ക്ലീൻ ചെയ്യാനൊന്നും എനിക്ക് ഇത് കിട്ടൂല, ഒരു സാവകാശം കിട്ടൂല. പിന്നെ അവൻ എപ്പോഴാണ് ഉറങ്ങുക എന്നുള്ള ഒരു ധാരണ ഓനക്ക് പോലും ഇല്ല, പിന്നല്ലേ എനിക്ക്. അപ്പോൾ പിന്നെ അതൊന്ന് കഴിയട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അവനെ അവിടെ നിന്ന് അനക്കാണ്ട് ഞാനിങ്ങോട്ട് തിരിച്ചിട്ട് പോന്നു. അവൻ്റെ ടോയ് ഇത് എൻ്റെ മേമ ഉണ്ടാക്കിയതാണ് കേട്ടോ. അവൾ എന്താണ് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്താണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ അവൾ അങ്ങനെ ചെയ്ത് തന്നിട്ടുള്ളതാണ്. നമുക്ക് ഇങ്ങനെ കുട്ടികളെടുത്തല്ലേ, അപ്പോൾ ചളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഇതാക്കൊക്കെ വാഷ് ചെയ്യൊക്കെ മെഷീനിലിട്ടൊക്കെ വാഷ് ചെയ്യൊക്കെ ചെയ്യാം. അപ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും അങ്ങനെ. പിന്നെന്താ കഴിച്ച പാത്രങ്ങളും അവിടെയൊക്കെ ക്ലീനാക്കി വന്നപ്പോൾ ഒരു ആഗ്രഹം ഐസ് ഉണ്ടായിരുന്നു, അത് കഴിക്കാന്നുള്ളത്. അപ്പോൾ ഇക്കയും അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ അവനെ അറിയാണ്ട് കഴിക്കണമല്ലോ. അപ്പോൾ ഇതാണ് പറ്റിയ സമയം. എനിക്കിത് കഴിക്കുമ്പോഴൊക്കെ അതേപോലെ അനിയത്തിന് ഓർമ്മ വരും. ഞങ്ങൾ ഇതുപോലെ മക്കളെയൊക്കെ ഉറങ്ങിയിട്ട് ചെക്കന്മാരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ നൈറ്റിൽ, പകലൊന്നും നടക്കില്ല, അപ്പോൾ നൈറ്റിൽ ഞങ്ങൾ ഇറങ്ങും കിച്ചണിലേക്ക്. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വാങ്ങിയിട്ട് വെക്കും. അപ്പോൾ ആദ്യമൊക്കെ നടക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഇവർ കുറച്ചൊക്കെ ആയില്ലോ, 5 വയസ്സൊക്കെ ആയി. 5 വയസ്സാണ്, 5 വയസ്സ് കഴിഞ്ഞ്. അപ്പോൾ ഇവരിപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ ഇവർ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോഴത്തേനും സംഭവം കാലിയായ പോലെയാണ്. പിന്നെ അടിച്ചേരി എടുക്കുമ്പോഴൊക്കെയാണ് ഐസിൻ്റെ കോലും കവറും അതും ഇതൊക്കെ കിട്ടുക. അങ്ങനെയാണ് ഞങ്ങൾ അറിയണത് തന്നെ ഇത് ഫ്രിഡ്ജ് കാലിയായിട്ടുണ്ട് എന്നുള്ളത്. നൈറ്റിലേക്ക് കഴിക്കാമെന്ന് കരുതിയിട്ടാണല്ലോ നമ്മളത് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മളെക്കാട്ടിലും വലിയ കള്ളന്മാരായിപ്പോയി. ഒരാളെ കാണാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ അടുത്ത് ഇവന് കരയുണ്ടല്ലോ എന്ന് എഴുതിയിട്ട്, അപ്പോൾ ഇവൻ അങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ പാവം തോന്നിയിട്ടാട്ടോ ജസ്റ്റ് ഒന്ന് നാവിൽ വെച്ച് കൊടുക്കണേ. പിന്നെ അവൻ അതന്നെയായി ഒരു ഇത്. എന്നാലും തണുപ്പല്ലേ, ഞാനത് അങ്ങനെ ഇതാക്കിയിട്ടൊന്നുമില്ല, അവനക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല. അത് കൊടുത്തു എന്ന് എഴുതിയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കൊടുത്തു എന്ന് പറയാനും പറ്റില്ല, നമുക്ക് വീഡിയോ കാണുമ്പോൾ ഇനി അങ്ങനെ തോന്നുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഞാൻ ഇത് കണ്ടു കഴിഞ്ഞാലും ഉമ്മയൊക്കെ എൻ്റെ അടുത്ത് എന്തായിരുന്നാലും പറയും, എൻ്റെ ഉമ്മയൊക്കെ. അപ്പോൾ ഓനത് നുണയണതൊക്കെ കേൾക്കാനൊരു രസം. മതി
എന്താ ടേസ്റ്റില്ലേ? വിറക്കല്ലേ? കഴിഞ്ഞു. ഇല്ല, അമ്മമ്മേന്റെ കയ്യിലില്ല. സത്യം സത്യം കഞ്ഞു. അപ്പിട അല്ലേ എന്ത് സംഭവം? അത്ര തെന്നീലടാ, അതൊന്നും ആരും തരൂല. മനസ്സിലായോ? മനസ്സിലായോ? ബേബികൾ കഴിക്കാൻ പാടിയ ഐസ് കിട്ടാത്തിന്റെ കുറുമ്പാണ് അത്. കുറുമ്പൊക്കെ പിടിച്ച് അവന് പാലൊക്കെ കുടിച്ചിട്ട് അവൻ അങ്ങനെ കിടന്നു ഉറങ്ങിപ്പോയി. പിന്നെ അവൻ്റെ കയ്യിലുണ്ടല്ലോ, അവൻ്റെ ഇടത്തെ കയ്യിൽ ചൂണ്ടുവിരലിൻ്റെ ഭാഗത്തായിട്ട് അവനൊരു മറുകുണ്ട്, ബർത്ത് മാർക്കായിട്ടുള്ളൊരു സംഭവമാണ്. ജനിച്ചപ്പോഴേ ഉള്ളതാണ് കേട്ടോ. അതാണല്ലോ അല്ലേ ബർത്ത് മാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ അത് കണ്ടിട്ട് ആരും എന്താണെന്ന് കരുതണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അത് മെൻഷനാക്കിയിട്ട് പറയണത്. വേറെ എവിടെയില്ല, അവിടെ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്നൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാം. കാരണം ഇന്ന് നൈറ്റിലേക്ക് ഒന്നും വേണ്ടല്ലോ. ഇതന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രൈഡ് റൈസും അതൊക്കെ തന്നെ മതി എന്ന് പറഞ്ഞ്. പക്ഷേ ഈ ചൂക്ക് ഓനക്കിത് വേണമെന്ന് പറഞ്ഞിട്ട് കൊടുന്നിട്ടുണ്ടായിരുന്നു ഇക്ക. പിന്നെ അപ്പോൾ എനിക്ക് അങ്ങനെ അത് കൊടുത്ത്. അപ്പോൾ ഞാൻ കഴിക്കലില്ല. പക്ഷേ എന്താണ് അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് വലിയൊരു താല്പര്യമില്ല കേട്ടോ. നാട്ടിൽ നിന്നാണെങ്കിലും ഇത് തന്നെ കഴിച്ചിട്ടേ മടുത്തുപോയി. പിന്നെ മോനുണ്ട്, ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് ഓലുണ്ട് കൂടെ. ഇനിയിപ്പോൾ ഇത് അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ കിടക്കലായി. ഒന്ന് വാഷ് ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇക്ക വരുമ്പോൾ അതെടുക്കും. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ദിവസം.